5-ാം വയസ്സിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് കിടപ്പിലായ കുട്ടിക്ക് 1.29 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. മോട്ടോർ വാഹന ട്രിബ്യൂണൽ വിധിച്ച് 44.94 ലക്ഷം രൂപയ്ക്ക് പുറമെ 84.87 ലക്ഷം രൂപ കൂടി നഷ്ടപരിഹാരമായി അനുവദിച്ചാണ് ഹൈക്കോടതി പ്രധാനമായും ഉത്തരവിട്ടത്. ജസ്റ്റിസ് എസ് ഈശ്വർ നഷ്ടപരിഹാരം വിധിക്കുകയും ചെയ്തു. ഈ തുക നൽകുന്നതുവരെ 9% പലിശ നൽകുമെന്നും കോടതി ഉത്തരവിടുകയുണ്ടായി. നഷ്ടപ്പെട്ട ബാല്യത്തിന് ഒന്നും പകരമാകില്ലെന്ന് വിലയിരുത്തിയാണ് ഇൻഷുറൻസ് തുക ഹൈക്കോടതി വർദ്ധിപ്പിച്ചുകൊണ്ട് വിധി പ്രധാനമായും പറഞ്ഞത്. മൂവാറ്റുപുഴ കരിക്കൽ ജ്യോതിസ് രാജിനാണ് നഷ്ടപരിഹാരം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ 44.94 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് ഉത്തരവിടുകയുണ്ടായി. ഇതിനെതിരെ ഇൻഷുറൻസ് കമ്പനി നൽകിയ അപ്പീൽ തള്ളിയാണ് ഈ ഉത്തരവ് പ്രധാനമായും. ട്രിബ്യൂണൽ അനുവദിച്ച നഷ്ടപരിഹാര തുക പര്യാപ്തമല്ലെന്ന് കാട്ടി കുട്ടിയുടെ അച്ഛൻ രാജേഷും അപ്പീൽ നൽകുകയുണ്ടായി. മെഡിക്കൽ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് കുട്ടിക്ക് 77% വൈകല്യമുണ്ടെന്നാണ്. എന്നാൽ ഹൈക്കോടതി 100% വൈകല്യമുള്ളതായി കണക്കാക്കിയാണ് ഉയർന്ന തുക പ്രധാനമായും അനുവദിച്ചിരിക്കുന്നത്. കുട്ടിയെ പരിചരിക്കുന്നതിനുള്ള ചെലവിലേക്ക് 2 പേർക്കായി 37.80 ലക്ഷം രൂപയും അനുവദിക്കുകയുണ്ടായി. അപകടം മൂലം അനുഭവിച്ച വേദനയ്ക്കും ദുരിതത്തിനുമായി 15 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഭാവി ചികിത്സയ്ക്കായി 3 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്.